ഈ പ്രദേശം കാണുമ്പോൾ തന്നെ നാം ഏത് ജില്ലയിലാണെന്നുള്ളത് ഊഹിക്കാൻ കഴിയും. മറ്റൊന്നുമല്ല, ഇടുക്കിയിലാണ്. ഇടുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാശിയേറിയ ഒരു മട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമായി തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം ഇത്രയധികം ഭൂവിസ്തൃതിയുള്ള ഒരു മണ്ഡലം മറ്റേ ഒന്നും തന്നെയില്ല. പ്രധാനമായും ഇടുക്കിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടുക്കിയിലെ മണ്ഡലങ്ങൾ വരുന്നതിൽ ചിലത് ഇടുക്കി ജില്ലയിലും ഏതാനും ചില മണ്ഡലങ്ങൾ എറണാകുളം ജില്ലയുടെ ഒരു ഭാഗത്തുമായി നിൽക്കുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മൂവാറ്റുപുഴ അടക്കമുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഇതിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ഇത്തവണ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. കഴിഞ്ഞ തവണ സീറ്റ് തിരിച്ചു പിടിക്കൽ എന്നുള്ള വാശിയേറിയൊരു പോരാട്ടം തന്നെയായിരുന്നു ഇടുക്കിയിൽ UDFനുണ്ടായിരുന്നത്. ഒട്ടുമിക്ക സമയങ്ങളിലൊക്കെ തന്നെ UDFന് അനുകൂലമായൊരു കാറ്റ് തന്നെയാണ് ഇടുക്കിയിൽ വീശാറുള്ളത്. ഇത്തവണയും അതുതന്നെ ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള UDF കാൻഡിഡേറ്റ് ഡീൻ കുര്യാക്കോസ് ഇവിടെ മത്സരിക്കുന്നത്. സമാനമായ രീതിയിൽ LDFനും ഒരു മേൽക്കൈ ഉണ്ടാകണമെന്ന ആഗ്രഹം തന്നെയാണ് അവർക്കുള്ളത്. നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും LDFൻ്റെ കുത്തക തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലോക്സഭാ മണ്ഡലം UDFനോട് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് LDFന് വലിയ വെല്ലുവിളിയായിട്ടുള്ളത്. അത് തിരിച്ചു പിടിക്കാനാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിനെ ഈ തവണ LDF സ്ഥാനാർത്ഥിയായി ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് അദ്ദേഹം ഇവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് അനുകൂലമായ പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും 2014 കാലഘട്ടത്തിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ അന്നത്തെ കസ്തൂരിരംഗൻ റിപ്പോർട്ടും മറ്റുമൊക്കെ ഇവിടുത്തെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു, സംഘാടകൻ കൂടിയായിരുന്നു അദ്ദേഹം. അതൊക്കെ അനുകൂലമായി അദ്ദേഹത്തിന് മാറിയിട്ടുണ്ടായിരുന്നു. അന്ന് സ്വതന്ത്രനായി മത്സരിച്ചു, വിജയിച്ചു. LDFൻ്റെ ടിക്കറ്റിൽ അദ്ദേഹം എത്തി. ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായ അദ്ദേഹം മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു വാശിയേറിയ മത്സരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായ UDFിൽ നിന്നും വിജയിച്ച ഡീൻ കുര്യാക്കോസിന് ഏകദേശം 1,71,053 വോട്ടുകളാണ് സമാഹരിക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു 54% വോട്ട് വീതം അദ്ദേഹം നിലനിർത്തിയിരുന്നു. 58% വോട്ട് വീതം നിലനിർത്തിയിരുന്നു. എന്നാൽ 20%-ലധികം പിന്നിലായിട്ട് തന്നെയാണ് LDF സ്ഥാനാർത്ഥി അന്ന് നിലകൊണ്ടത്. അത് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. 2 ലക്ഷത്തോളം വോട്ട് തിരിച്ചു പിടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത്തവണ ജോയ്സ് ജോർജിനെ സംബന്ധിച്ചുള്ളത്. ഇനി BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ച് ഇത്തവണ BDJS ആണ് ഇവിടെ മത്സരിക്കുന്നത്. BDJSൻ്റെ സ്ഥാനാർത്ഥിയായ സംഗീത വിശ്വനാഥനാണ്. സംഗീതയും വലിയ വിജയപ്രതീക്ഷയോടുകൂടി തന്നെയാണ്. എന്നിരുന്നാലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഏറ്റവും കൂടുതലായി NDA ക്യാമ്പുകളിൽ അലയടിക്കുന്നത്. മണ്ഡലത്തിന് സുപരിചിതയായ ഒരു വ്യക്തി കൂടിയാണ് സംഗീത വിശ്വനാഥൻ എന്ന് പറയുന്നതാകും കൂടുതൽ ശരി.